ചേർത്ത് പിടിക്കും, കവിളത്തുമ്മ തരും. അപ്പൊ ഞാൻ എന്റെ മോളോട് പറയും, ഇതെന്റെ അമ്മയാണ്, നീ എന്റെ മോളാണെന്ന്. ദേവി, കാത്തു രക്ഷിക്കണേ. എന്തിനാ അമ്മ വിഷമിക്കുന്നേ? ഞാൻ പറയാൻ കണ്ണ, നീ വാ. നാശം ഇവിടെയും വന്നു. വാ മോനെ. എന്താ അമ്മേ? പറയാം മോനെ. അംബിക മാഡം, ഇവളെന്താ നമ്മളെ പുറകെ? ന്യൂസ് അറിയാൻ ഇറങ്ങിയതായിരിക്കും. എന്നും വരാറില്ല ഞാൻ അമ്പലത്തില്. ഇന്ന് വന്നതേ ഈ ഭാവി വധുവരന്മാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനാ. വാ മോളെ. ഒരു കത്തെഴുതി ഋതികയുടെ ബാഗിൽ വെക്കാം. അമ്മയും മോളെയും കാണാൻ ചെന്ന അംബിക കാണും, അത് അപകടം. ഒരു ചെക്കനായിരുന്നു, കണ്ടാൽ തന്നെ അറിയാം അവനൊരു കള്ളനാണെന്ന്. അന്യസംസ്ഥാനക്കാരനാണെന്നേ. കേരളത്തിലിപ്പോ കേരളീയരില്ലല്ലോ, എല്ലാവരും അന്യരാജ്യത്തല്ലേ. ബാഗിൽ ശരിക്കും നോക്കും മോളെ, വല്ലതും പോയിട്ടുണ്ടോന്ന്. ആ ചെക്കൻ വലുതും അടിച്ചോണ്ട് പോയോ? ഇല്ല, ഒന്നും പോയിട്ടില്ല. ആ, എന്നാ അന്യസംസ്ഥാനക്കാരനല്ല. അന്യ സംസ്ഥാനക്കാരൻ സ്വന്തം സംസ്ഥാനക്കാരൻ എന്ന് പറയരുത്. എല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചവരാ. അങ്ങനെയാണ് ഭാരതീയരുടെ ആപ്തവാക്യം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന. ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ എന്നാ ഭാരതീയര് പ്രാർത്ഥിക്കേണ്ടത്. കല്യാണ ദിവസം അടുക്കുന്നോറും എന്തൊരു ടെൻഷനാ. എനിക്ക് വയ്യ. എന്തിനാ ടെൻഷൻ? നമ്മൾ ഒന്നിനും ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിച്ചാൽ എല്ലാം കൊളാവും. ഈ അമ്മ എന്തൊക്കെയായി പറയുന്നത്? ടെൻഷൻ അടിക്കേണ്ട കാര്യത്തിന് ടെൻഷൻ അടിച്ചല്ലേ പറ്റൂ. പിന്നെ ചെറുക്കനാണെങ്കിൽ ഒന്നും പറയാതെ ഇങ്ങനെ നടക്കുന്നു, ഭർത്താവാണെങ്കിൽ ശത്രുവായി മാറി. ഈ കല്യാണം നടന്നു കിട്ടുന്നവരെ മനസ്സിൽ തീയ. എന്തായാലും അമ്മ സമാധാനത്തോടെ ഇരിക്കെ. നമ്മളെല്ലാവരും ഒന്നിച്ചില്ലേ? കല്യാണം ഭംഗിയായിട്ട് നടക്കും, നമ്മൾ നടത്തിയെടുക്കും. അതെ. രുക്മിണി ആന്റിയും രമ്യയും.
ഇല്ല ഉണ്ടില്ല. ഒരു സമാധാനം കിട്ടിയിട്ടല്ലേ വിസ്തരിച്ചോന്ന് ഉണ്ണാൻ. ഓ കഷ്ടം. ശ്ശോ, ഞാൻ ആ കാര്യം അല്ല ചോദിച്ചത്. വേണു അങ്കിള് അകത്തുണ്ടോന്ന് അറിയണ്ടേ? ഉണ്ട്, പുറകുവശത്തെ പറമ്പില. അതെ, ഒരു പ്രത്യേക കാര്യം വളരെ രഹസ്യമായിട്ട് പറയാനാ ഞങ്ങൾ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. എന്താ രുക്മിണി? കാര്യങ്ങൾ ഒരു പക്ഷേ നമ്മുടെ പിടിയിന്ന് വഴുതി പോവാനുള്ള സാഹചര്യം ഇപ്പൊ നിലവിലുള്ളത്. അയ്യോ, അതുകൊണ്ട് രാജുവിന്റെ രമ്യയുടെ കല്യാണം നമുക്ക് നാളെ തന്നെ നടത്തിയാലോ? മനസ്സിലായില്ല. രാധമേ, ഓടുന്ന പട്ടിക്കെട്ട് ഒരു മുഴ മുമ്പേ അറിയണമെന്നാ പ്രമാണം. വർമ്മ സാറിന്റെ വീട്ടില് കാര്യങ്ങൾ സ്പീഡിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് കല്യാണം നാളെ തന്നെ നടത്തിയാലോ? അയ്യോ, അപ്പൊ ഈ കല്യാണക്കുറിയൊക്കെ അടിച്ച സ്ഥിതിക്ക് എടി, കല്യാണക്കുറി അടിച്ചിട്ടില്ലല്ലോ, പ്ലാൻ ചെയ്തേക്കുന്നല്ലേ ഉള്ളൂ. കല്യാണം നാളെ തന്നെ നടത്തണം, അതാ ബുദ്ധി.